ആറ്റുകാൽ ക്ഷേത്രാങ്കണത്തിൽ നിന്നും അതുല്യ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കലങ്ങളിൽ പൊങ്കാല തിളച്ചു തുടങ്ങി. പണ്ടാര അടുപ്പിൽ തീ പടർന്നതോടുകൂടി ക്ഷേത്ര പരിസരത്തും നഗരത്തിൽ മുഴുവനും പൊങ്കാല അടുപ്പുകൾ പടർന്നു. തീ പടർന്ന് ഇപ്പോൾ പൊങ്കാല നിവേദ്യം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. 2:30യോടുകൂടിയാണ് ഈ പൊങ്കാല പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തിളച്ചു പൊന്തിയ പൊങ്കാല കലങ്ങളിൽ നൈവേദ്യം തളിച്ചുകൊണ്ട് പൊങ്കാല സമർപ്പണം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിസമാപ്തിയിലെത്തുക. ഇപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മൈതാനത്ത് ആയിരക്കണക്കിന് മൺകലങ്ങളിൽ നിറഞ്ഞ പൊങ്കാലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് സ്ത്രീകൾ ഇവിടെ ഈ ക്ഷേത്ര സന്നിധിയിൽ മാത്രം പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ക്ഷേത്രത്തിന് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലായി ഏതാണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വർഷം പൊങ്കാല അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഇല്ല, ഞാൻ 3 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഞാൻ അടൂര് കൊടുമണ്ണൂന്നാണ് വരുന്നത്. അമ്മയുടെ അനുഗ്രഹത്തിന് അമ്മയുടെ ഇതിനായിട്ട് വരുന്നതാണ്. കടുത്ത താപനില മുന്നറിയിപ്പാണ് ഈ ഒരു ദിവസത്തേക്ക് ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. താപനില ഇന്നലെ ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇന്ന് ഈ പൊങ്കാലയുടെ ഭാഗമായുള്ള അടുപ്പുകളിൽ നിന്നുള്ള പുകയും ചൂടും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ താപനില ഇനിയും 2-3 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ 37 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒരു യെല്ലോ അലർട്ടും ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ താപനിലയെ പോലും വകവെക്കാതെയാണ് നിരവധി ആളുകൾ ഇവിടെ പൊങ്കാല പുണ്യം തേടി എത്തിയിരിക്കുന്നത്. വരുന്ന ഭക്തരെല്ലാവരും തന്നെ ഈ ചൂടും പൊടിയും അതുപോലെ തന്നെ പുകയും ഒന്നും വകവെക്കാതെയാണ് ഇവർ പൊങ്കാല സമർപ്പണത്തിനായി ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇനി 2:30യോടുകൂടി നൈവേദ്യം തളിക്കുന്നതോടെ പൊങ്കാല പൂർണ്ണമാകും. ഞാൻ 2ാമത്തെ പ്രാവശ്യം സന്തോഷമായി പൊങ്കാല സമർപ്പിച്ചു. അതൊക്കെ ദേവി അനുഗ്രഹിച്ചോളൂ. പൊങ്കാല കലങ്ങളിൽ തിളച്ചു തൂവുന്ന പുണ്യത്തിനു വേണ്ടിയാണ് ഈ കഠിനമായ ചൂടിനെ പോലും വകവെക്കാതെ 10,000-കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന വലിയൊരു ജനലക്ഷം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം അതുല്യ രാമചന്ദ്രൻ.